പ്രിയപ്പെട്ട ഹൈറിച്ച് CEO, അറിയുന്നതിനും നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിക്കുന്നതിനും വേണ്ടി പറ്റിക്കപ്പെട്ടവർ എഴുതുന്നത്. പല ആളുകളും കമ്പനിക്കെതിരെ FIR ഇട്ടു. പലരും ജില്ലാ കളക്ടർക്ക് ക്ലെയിം പെറ്റീഷൻ സമർപ്പിച്ചു. എന്നാൽ ഇതിലൊന്നും പെടാതെ ലക്ഷക്കണക്കിന് ആളുകൾ കമ്പനിയെയും കോടതിയെയും വിശ്വസിച്ചുകൊണ്ട് ഇവിടെ നിൽപ്പുണ്ട്. ചില ആളുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു 3 വർഷം കഴിഞ്ഞാൽ പിന്നീട് ക്ലെയിം നൽകാൻ കഴിയില്ല എന്ന്. അത് നൽകാത്തവർക്ക് ഫണ്ട് ലഭിക്കാൻ അവകാശമില്ല എന്നുമൊക്കെ ഉള്ള ചർച്ചകളും കേട്ടു. എന്നാൽ ഇതേക്കുറിച്ച് പല അഭിഭാഷകരോടും ചോദിച്ചപ്പോൾ ഉണ്ട് എന്നും ഇല്ല എന്നും 2 അഭിപ്രായങ്ങളും കേട്ടു. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളിൽ നിന്ന് കമ്പനിയുടെ കേസ് നടത്തുന്ന അഡ്വക്കേറ്റിൽ നിന്ന് കൃത്യമായ ഒരു വിവരം ലഭിക്കുക എന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടോ എന്നും ഇല്ലയോ എന്നും കൃത്യമായി മാഡം ഒരു റിപ്പോർട്ട് മറുപടിയായി തരണം. ഇത് ഞങ്ങൾക്ക് ഒരു രേഖയായി സൂക്ഷിക്കാനും മറ്റുള്ള അംഗങ്ങളിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടി തന്നെയാണ്. ഇത് അഥവാ ഉണ്ട് എന്ന് തന്നെ വെക്കാം. അങ്ങനെയെങ്കിൽ അഭിഭാഷകരോട് ചോദിക്കണം. ഞങ്ങളുടെ മൊത്തം ഹൈറിച്ച് അംഗങ്ങളുടെ ക്ലെയിമുകൾ കമ്പനിയുടെ അഭിഭാഷകൻ തന്നെ കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്നും ജനങ്ങൾക്ക് സംരക്ഷണം നൽകുമോ എന്ന് ഉറപ്പ് ലഭിക്കണം. ഇത്രയും കാര്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ പതിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പതിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഇവരുടെ സൊസൈറ്റി ഗ്രൂപ്പുകളിൽ വന്നതാണ്. അപ്പോൾ അതിന് നമ്മുടെ ഹൈറിച്ചിൻ്റെ CEO ശ്രീന കല്ലൂസ് ഇപ്പോൾ അതിനൊരു വോയിസ് മറുപടിയും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ അഭിഭാഷകൻ, ഡൽഹിയിലുള്ള അഭിഭാഷകനെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ അതിന് കൃത്യമായ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. ഞങ്ങൾ ഇപ്പം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, നമ്മളെവിടെയും പോയിട്ടില്ല. നമ്മൾ കമ്പനി നിങ്ങളുടെ ഫണ്ട് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേസ് നടത്തുന്നത് എന്നൊക്കെയുള്ള ഒരു ഇതാണ്. പക്ഷേങ്കിൽ അതിന് ഭാര്യയ്ക്കോടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഭാര്യയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഒരു സിവിൽ കേസിൽ നമ്മൾക്ക് പണം പോയിട്ടുണ്ടെങ്കിൽ അതിൽ 3 വർഷത്തിനിടയ്ക്ക് അതിൻ്റെ പരാതി സമർപ്പിച്ചിരിക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത്. ഈ ഒരു 3 വർഷ കേസ്, 3 വർഷ കാലാവധി എന്നുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ ഹൈറിച്ചിൻ്റെ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ബെച്ചു കുര്യൻ സാറ് പറഞ്ഞതാണ്. സിവിൽ കേസിലെ നിയമമാണ് ക്ലെയിമിൻ്റെ കാര്യത്തിൽ ബാധകം എന്നുള്ളത്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2 തവണ ക്ലെയിം പെറ്റീഷൻ സ്വീകരിച്ചപ്പോൾ നീ ആരടാ ക്ലെയിം പെറ്റീഷൻ സ്വീകരിക്കാൻ, എനിക്കാരടാ അധികാരം തന്നത് എന്നൊക്കെ പറഞ്ഞവരാണ് ഇപ്പോൾ പറയുന്നത് സമയം കയ്യാറായോ. നമുക്ക് ഇവർക്ക് കൊടുക്കാൻ സാധിക്കില്ല, ഇവർക്ക് ക്ലെയിം കൊടുക്കാനൊന്നും പറ്റില്ല. ആ ക്ലെയിമും വേണമെങ്കിൽ കോടതിയിൽ വക്കീൽ കൊടുക്കണം, ഇവരുടെ വക്കീൽ, കമ്പനിയുടെ വക്കീൽ കൊടുക്കണം. എന്നിട്ട് ഇവരുടെ പരക്ക് ഈ ഫണ്ട് എത്തിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിൽ പറയാതെ പറയുന്ന ഒരു കാര്യം, ഇത് ഭാര്യയുടെ ടെക്സ്റ്റ് മെസ്സേജിലായാലും നമ്മുടെ മാഡത്തിൻ്റെ ഇതിലായാലും ഒരു കാര്യം ഇവരൊന്നും പറയുന്നില്ല. അത് വളരെ ആൾക്കാരെ പാനിക്കാക്കുന്ന ഒരു സംഭവമാണ് ഇവർ പറയാത്തത്. ഇവർ ശരിക്കും പറയേണ്ടത്, നിങ്ങളെന്തിനും ബേജാറാവണം, നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. നമ്മളിതാ അടുത്ത മാസം കമ്പനി തുറക്കും. പിന്നെ ഏറ്റവും അടുത്ത് വരുന്ന ഞായറാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പൂളിംഗം തരും എന്നാണ് ഇവർ പറയേണ്ടത്.
അതെന്താണ് ഇപ്പോൾ പറയാത്തത്? അത് പറയണം. അത് പറഞ്ഞാൽ മാത്രമേ മണ്ടന്മാരായ ക്ലെയിം പെറ്റീഷൻ കൊടുക്കേണ്ട സമയത്ത് നിവേദനം കൊടുത്ത വക്കാലത്ത് കൊടുത്ത ആൾക്കാർക്കൊക്കെ സന്തോഷമാവുള്ളൂ. അപ്പോൾ ഒരു വെള്ളക്കടലാസിൽ ക്ലെയിം പെറ്റീഷൻ പോലും കൊടുക്കാതെ അതത് അവരുടെ അടുത്തുള്ള കലക്ടറേറ്റിലെ ക്ലെയിം പെറ്റീഷൻ 5 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് പോലും അയക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇപ്പോൾ ചോദിച്ചു വരുന്നത് 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം കൊടുക്കാൻ സാധിക്കുമോ എന്ന്. എന്തായാലും 3 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു തരത്തിലുള്ള ക്ലെയിമുകളും സ്വീകരിക്കില്ല എന്ന് ആണ് പറയാനുള്ളത്. ഇതിലൊക്കെ നമ്മുടെ ബഡ്സ് ആക്ടിൽ ക്ലെയിം കൊടുക്കേണ്ട സമയപരിധി പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി അതിലൊക്കെ ബാധകമെന്ന് പറയുന്നത് ലിമിറ്റേഷൻ ആക്റ്റാണ്. ലിമിറ്റേഷൻ ആക്ട് പ്രകാരം 3 വർഷത്തിന് ശേഷം ഇത്തരത്തിലുള്ള വ്യവഹാരങ്ങളൊന്നും കോടതി എൻ്റർടൈൻ ചെയ്യിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ഇത് കേസ് നീട്ടിക്കൊണ്ടു പോകുന്നത് കമ്പനിയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കേസ് പിൻവലിക്കുകയാണ് വേണ്ടത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേസ് പിൻവലിക്കും എന്ന് പണ്ട് മുതൽക്കേ തന്നെ ശ്രീനാഥ് പ്രതാപൻ പറഞ്ഞതാണ്. നമ്മൾ 2024 ഒക്ടോബർ വരെ മാത്രമേ ഇനി ഈ കേസ് നോക്കുകയുള്ളൂ, അതിനുശേഷം നമ്മൾ എക്സൽ ഷീറ്റ് കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എക്സൽ ഷീറ്റ് കൊടുക്കില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ആ സമയത്ത് വക്കീൽ അങ്ങനെയാണ് പറഞ്ഞത്, ഈ സമയത്ത് വക്കീൽ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മൾ കേസ് നീട്ടി കൊണ്ടുപോകാം എന്നാണ് ഇപ്പോൾ വക്കീൽ പറയുന്നത് എന്നൊക്കെയാണ്. എന്തായാലും വൻ കോമഡിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലമായിട്ടും ഇവരെയൊന്നും മനസ്സിലാക്കാതെ ഇപ്പോഴും ഒരു പരാതി പോലും കൊടുക്കാതെ കമ്പനി തിരിച്ചു വരുമെന്നും ഞങ്ങളിട്ട 5 ലക്ഷത്തിന് 55 ലക്ഷം കിട്ടുമെന്നും പ്രതീക്ഷിച്ച് ഇവരെ പൂജിച്ച് പ്രാർത്ഥിച്ച് നടക്കുകയാണ് ഹൈ റിച്ച് കള്ളന്മാർ, നിക്ഷേപകർ എന്ന് പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും ലീഡർമാരൊക്കെ മുങ്ങി, അവർക്ക് ഇനി ബാധ്യതയില്ല, ഇനിയെല്ലാം സൊസൈറ്റി നോക്കിക്കോളും എന്നാണ് പറയുന്നത്. അപ്പോൾ കേസ് തോറ്റാലും സൊസൈറ്റി പണം തരും, കേസ് ജയിച്ചാൽ പിന്നെ കമ്പനി തന്നെ പണം തരും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു തരത്തിലും ബേജാറാവേണ്ട, പാനിക്കാവേണ്ട ആവശ്യമില്ല. ഇതൊക്കെ വെറുതെ നെഗറ്റീവ് പറഞ്ഞുണ്ടാക്കുന്നതാണ്. 3 വർഷം കഴിഞ്ഞാൽ പരാതി കൊടുക്കാൻ പറ്റില്ല എന്ന് അതിൻ്റെ ആവശ്യം പോലും ഇല്ല. കമ്പനി എന്തായാലും കേസ് ജയിക്കും. കമ്പനി പണ്ടത്തെ പോലെ തന്നെ ഹൈറിച്ച് ഇവിടെ നടത്തും. ഹൈറിച്ച് എന്ന് പറയുന്നത് ദൈവസ്പർശമുള്ള ബിസിനസ്സാണ്. പിന്നെ ഇപ്പോൾ ഈ കുടുംബം എന്നൊന്നും അധികം പറയുന്നില്ല. എന്തായാലും ഇവരുടെ തന്നെ കുടുംബം കൊഞ്ഞാട്ടിയ സ്ഥിതിക്ക് ഞങ്ങളെല്ലാം ഒറ്റ കുടുംബമാണെന്ന് പറയുന്നില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ കൊണ്ടുപോലും വേറെ ആളെ അച്ഛ എന്ന് വിളിപ്പിക്കുകയാണ്. അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ നമ്മൾ ആളല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ പരാതി കൊടുക്കാത്ത ഒരുത്തനും പണം കിട്ടരുത് എന്ന് തന്നെയാണ്. പണം കിട്ടുകയുമില്ല. അപ്പോൾ എന്തായാലും 17-ാം തീയതി നമ്മൾ കേസ് ജയിക്കുമെന്നും 17-ാം തീയതി വൻ വിജയം ആണെന്നും 17-ാം തീയതി കഴിഞ്ഞ് 18-ാം തീയതി കമ്പനി തുറക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, നല്ലോണം പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. 17-ാം തീയതി കേസ് നീട്ടിവെക്കുമ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും തന്നെ ഇറങ്ങി പുറപ്പെടണം. 17-ാം തീയതിക്ക് ശേഷം കേസ് കൊടുക്കാം, 17-ാം തീയതിക്ക് ശേഷം ക്ലെയിം കൊടുക്കാം എന്നുള്ളത് നമുക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് 17-ന് 2 ആഴ്ച കഴിഞ്ഞ് സെപ്റ്റംബർ 2-ാം തീയതിക്ക് ശേഷം നമുക്ക് കേസ് കൊടുക്കാം എന്നാക്കി മാറ്റേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്ത് പറയാനാ, എത്രയായാലും തല പോയ തെങ്ങിന് വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ലല്ലോ.